ബിൽഡിങ്ങിൻ്റെ മുമ്പിലുള്ള സ്ലാബ് പൊളിക്കുന്നത് ഇതിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലാണ്. ഞാൻ അറിഞ്ഞില്ല, എന്നോട് പറഞ്ഞതേയില്ല. അന്ന് അതേ ദിവസം തന്നെ അന്ന് ദേവികുളം ഹൈവേയിൽ പോകുന്ന ഒരു 4-5 ബിൽഡിങ്സ് തലേ ദിവസം ഞാൻ പോയി കണ്ടു. അതിനകത്ത് ഇങ്ങനെയുള്ള ഇതുണ്ട്. അപ്പോൾ ഞാൻ ആ ആൾക്കാരോട് തന്നെ നേരിട്ട് പറയായിരുന്നു, ഇതിൻ്റെ ആദ്യത്തെ നിര കെട്ടിടങ്ങൾ റൂംസ് നിങ്ങൾ തന്നെ പൊളിച്ചു കളഞ്ഞില്ലെങ്കിൽ JCB ഒക്കെ കൊണ്ട് നാളെ നാഷണൽ ഹൈവേക്കാർ വരുമ്പോൾ നിങ്ങളുടെ ബാക്കി റൂമുകളും പോകും. അതുകൊണ്ട് സ്വയം പൊളിക്കണം. അടുത്ത ദിവസം എന്താ പറയുന്നത്, രാജു നാരായണസ്വാമി കളക്ടറായിട്ട് ജോയിൻ ചെയ്ത ദിവസമാണ്. അപ്പോൾ ഞാൻ രാജുവിനോട് പറഞ്ഞു, രാജു പോയി അതൊന്ന് നോക്കണം, അവർ സ്വയം പൊളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കി ഹെൽപ്പ് ചെയ്യുക, JCB ഒക്കെ സപ്പോർട്ട് ചെയ്യുക. എനിക്കിവിടെ നിന്ന് പഠിക്കാനുണ്ട്. എനിക്ക് അടുത്ത 2 ദിവസമായിട്ട് ഏലമല കാടുകളിലുള്ള വളരെ 4 റിസോർട്ടുകൾ ഡീൽ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് ഒരുപാട് പഠനം ഈ വിഷയത്തിലുണ്ട്. അതിൻ്റെ എല്ലാ ഫയലും നോട്ട്സും കാര്യങ്ങളും. അപ്പോൾ ഞാൻ അതിൽ മുഴുകിയിരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് രത്തൻ കേൽക്കർ വിളിച്ചിട്ട് പറയുന്നു, സാറേ ഇന്നിപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സ്ലാബ് നാഷണൽ ഹൈവേക്കാരിങ്ങനെ മാറ്റുന്നു, അവർക്ക് നോട്ടീസ് കൊടുത്തിരുന്നതാണ് 2 ആഴ്ച മുൻപ്. കുറച്ച് ആൾക്കാർ ഇവിടെ വന്ന് മുദ്രാവാക്യം വിളിക്കുന്നു, സാർ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഞാൻ അവിടെ മുദ്രാവാക്യം വിളിക്കണമെങ്കിൽ ഞാനെന്തിനാണ് പോണേ? പിന്നെ നോട്ടീസ് കൊടുത്ത് നോർമലി തള്ളി നിൽക്കുന്ന ഒരു ഈ എന്താ പറയുന്ന ആ സ്ലാബ് നീക്കം ചെയ്തെങ്കിൽ നല്ല കാര്യം. ഇറ്റ് വാസ് നോട്ട് സംതിങ് വാറണ്ടിങ് മൈ പ്രസൻസ്. ഞാൻ അവിടെ ചെല്ലേണ്ട ഒരു കാര്യമില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നീടാണ് അറിയുന്നത് ഈ സ്ലാബ് ഉണ്ടായിരുന്ന കെട്ടിടം CPI ഓഫീസ് എന്നുള്ള പേരിൽ അറിയപ്പെടുകയാണ്. അപ്പോൾ എന്നെ എന്തിനാണ് ക്ഷണിച്ചത്? എന്നെ എന്തിനാണ് അങ്ങോട്ട് വിളിച്ചത്? ഒരു പരിചയക്കുറവിൻ്റെ പേരിൽ സംഭവിച്ചതാണ്? അല്ല 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 അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ ചെല്ലുന്ന നിമിഷം മുതൽ ഈ അവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ഹോസ്റ്റൈലാണ്. എന്തുകൊണ്ടാണ്? അവർ ചെയ്യേണ്ട ഒരു പണിയാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അവർ ചെയ്ത പണിയിലുള്ള പാളിച്ചകൾ കാരണമാണ് ഞങ്ങൾ ചെല്ലേണ്ടി വരുന്നത്. സോ അവർ റെസിസ്റ്റ് ചെയ്യുന്നു. പിന്നെ CPI എന്താ പറയുക, മന്ത്രിയും അന്നത്തെ എന്താ പറയുക പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നിവേദിത പീഹരനും അവരെല്ലാം ഇതിനോട് ഹോസ്റ്റലായിരുന്നു. അവർ ചെയ്തിരുന്ന പണിയാണിത്. സോ പിന്നെ അവിടെ നിന്ന് അതിന് മുമ്പത്തെ ആഴ്ച അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ മാറ്റി. ആ കൂട്ടത്തിൽ കളക്ടർ മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള ആൾക്കാരെ മാറ്റി. ബട്ട് രത്തൻ കേൽക്കർ വാസ് നോട്ട് ദെയർ. രത്തൻ കേൽക്കർ കണ്ടിന്യൂഡ് ദെയർ. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളതൊക്കെ വേറൊരു വിഷയമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കാര്യങ്ങൾ പറയുമ്പോഴും എഴുതുമ്പോഴും രത്തൻ കേൽക്കർ ഇസ് ജസ്റ്റ് എ സബ് കളക്ടർ. പുള്ളി ഇലക്ഷൻ കമ്മീഷണറും ആയിട്ടില്ല, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടില്ല. അതായതുകൊണ്ട് ഞാൻ ആ പേജ് കട്ട് ചെയ്യണോ?